കോട്ടയ്ക്കൽ വൈദ്യരത്നം ആര്യവൈദ്യശാല പേഴ്സണൽ കെയർ ആൻഡ് വെൽനസ് ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. അഴകാണ് ആരോഗ്യമെന്നും ആരോഗ്യമാണ് അഴകെന്നുമുള്ള ആയുർവേദ വരികൾ ഈ ഉൽപ്പന്നങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കപ്പെടുന്നുവെന്ന് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ BM വാര്യർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹരികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1902 ആര്യവൈദ്യശാല സ്ഥാപിച്ചത്. വൈദ്യരത്നം PS വാര്യർ. ഇത്രയും കാലം നമ്മൾ ക്ലാസിക്കൽ ആയുർവേദ ഫോർമുലേഷൻസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പേറ്റന്റ് ആൻഡ് പ്രൊപ്രൈറ്ററി ഐറ്റംസ് ഉണ്ട്. പിന്നെ ആതുര ശുശ്രൂഷയാണ് വേറൊരു ഏരിയ. നമുക്ക് 3 ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഹോസ്പിറ്റലുണ്ട്. അതേപോലെ 3 മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ ആയുർവേദയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് ശകലം മാറി ഈ പേഴ്സണൽ കെയർ ആൻഡ് വെൽനസ് പ്രോഡക്ട്സ് അതിപ്പോൾ നമ്മൾ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ഇരിക്കുന്ന പ്രോഡക്ട്സൊക്കെ അതാണ്. അതായത് നമ്മൾ നിത്യോപയോഗ ഔഷധമല്ലാണ്ട്, ഔഷധം എന്ന് പറയാൻ വയ്യ, പക്ഷേ ഔഷധം കൂടെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്ട്സാണ് ഇത്. ഇതിൻ്റെ ഒരു ലോഞ്ചാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹോളിഡേ ഇന്നിൽ വെച്ചിട്ട്. ഇത് ധാരാളം പേഷ്യൻസും ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. കാരണം പല പേഷ്യൻസും അവിടെ വന്ന് കിടക്കുമ്പോൾ പറയും നിങ്ങൾക്ക് ഇങ്ങനെ കൂടെ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് കൂടെ ഉണ്ടാക്കിയാൽ നിന്ന്, അതേപോലെ സോപ്പ്, മെഡിക്കേറ്റഡ് സോപ്പ്, ഇതൊക്കെ ഉണ്ടാക്കിയാൽ അങ്ങനെയുള്ള ആ ഒരു റിക്വസ്റ്റ് മാനിച്ചാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ചില ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് നമ്മൾ കൂടുതൽ ഐറ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു 11 പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് അതിൻ്റെ അത് കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു, അതിൻ്റെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോഡക്റ്റ് ലോഞ്ചിന് അനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു പത്രസമ്മേളനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം. ആര്യവൈദ്യശാലയെ കുറിച്ചിട്ട് കേരളത്തിന് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. 100-ൽ പരം വർഷമായിട്ട് കേരളത്തിലും കേരളത്തിലെ സമൂഹമായിട്ടും വളരെ ഇഴുകിച്ചേർന്ന് നിന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ആര്യവൈദ്യശാല എന്ന് പറയുന്നത്. വേറെയുള്ള പല ഓർഗനൈസേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ രൂപ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചറിൻ്റെ അതിൻ്റെ 45% ബഹുമാനപ്പെട്ട മാനേജിംഗ് ട്രസ്റ്റി പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു ഫ്രീ ഹോസ്പിറ്റല്, ഫുഡ്, മെഡിസിൻ, ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫ്രീ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ നടത്താനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത 45% നമ്മൾ ആര്യവൈദ്യശാലയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും. ആ റീഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ 45% നമ്മൾ പിന്നെയും ചാരിറ്റബിളിനാണ് ഉപയോഗിക്കുന്നത്. ആര്യവൈദ്യശാല ഒരു ട്രസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ സർപ്ലസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ കേരള സമൂഹത്തിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 100 വർഷം കൊണ്ട് നേടിയെടുത്ത നമ്മുടെ എക്സ്പെർട്ടൈസ്, ഒരു വർഷം നമ്മൾ ഏകദേശം 18 ലക്ഷം ആളുകളെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ 27 ബ്രാഞ്ചും 3 ഹോസ്പിറ്റലും ബാക്കിയുള്ള ഡീലേഴ്സും എല്ലാം കൂടെ ചേർന്ന് 18 ലക്ഷം ആളുകളെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ 18 ലക്ഷം ആളുകളിൽ കൂടെയാണ് ലോകത്തിന് പലപ്പോഴും ആയുർവേദത്തിനെ കുറിച്ചുള്ളൊരു വിശ്വാസ്യത തന്നെ കൈവരുന്നത്. ഏകദേശം 30-ൽ പരം കൺട്രിയിൽ നിന്നുള്ള ആളുകൾ അവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പുതിയ പ്രോഡക്റ്റുകളിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യവൈദ്യശാല 100-ൽ പരം വർഷങ്ങൾ കൊണ്ട് ക്ലാസിക്കൽ മെഡിസിനിലും പ്രൊപ്രൈറ്ററി മെഡിസിനിലും ഉണ്ടാക്കിയെടുത്ത ഞങ്ങളുടെ എക്സ്പെർട്ടൈസ് എങ്ങനെ ആളുകൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയ ഫോമിൽ കൂടെ എത്തണം എന്നുള്ളത് മാത്രമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മരുന്ന് കഴിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതേസമയം മരുന്നിന്റെ ഗുണം എല്ലാ മനുഷ്യരിലും എത്തണമെന്ന് ആര്യവൈദ്യശാലയ്ക്ക് ആഗ്രഹമുണ്ട്. ആ മരുന്നിന്റെ ഗുണം എങ്ങനെ യൂസർ ഫ്രണ്ട്ലി ഫോമിൽ കൂടെ ഇപ്പം നിങ്ങൾക്ക് തന്ന ബ്രോഷറിൽ തന്നെ ഉണ്ട്
നമ്മൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സെഗ്മെന്റ് സ്കിൻ കെയർ സെഗ്മെന്റ് ആണ്. ഈ സ്കിൻ കെയർ സെഗ്മെന്റിൽ 3-4 ടൈപ്പ് സോപ്പ് ഉണ്ട്. അതേപോലെ ഒരു ഫേസ് ഷീറ്റ് മാസ്ക് ഉണ്ട്. അതായത് നമ്മുടെ ഈ പല ആയുർവേദ പ്രോഡക്റ്റിന്റെ എസൻസുകൾ എങ്ങനെ ശരീരത്തിൽ എങ്ങനെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാം എന്നുള്ളതിന് ഒരു ഫേസ് ഷീറ്റ് മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സിറം ഉണ്ടാക്കിയിട്ടുണ്ട്. കുങ്കുമത്തിന്റെ നല്ല ക്വാളിറ്റി എല്ലാം എടുത്തിട്ട് കുങ്കുമം ബേസ്ഡ് ആയിട്ടൊരു സിറം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്കിൻ കെയറിന് ഒരു സെഗ്മെന്റ് ഉണ്ട്. അതേപോലെ ഹെയറിന് വേറൊരു സെഗ്മെന്റ് ഉണ്ട്. ആ ഹെയർ സെഗ്മെന്റിൽ നമ്മളിപ്പോൾ 2 ടൈപ്പ് ഷാംപൂ ആണ് ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. ഒന്ന് ഒരു ഹെയർ കെയർ ഷാംപൂ, ഒന്നൊരു ആന്റി ഡാൻഡ്രഫ് ഷാംപൂ. അതേപോലെ ബേബി സെഗ്മെന്റിന് ഒരു ബേബി സോപ്പ് ഉണ്ട്, ഒരു ബേബി ഓയിൽ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിന്റെ കോട്ടക്കലിന്റെ ഇത്രയും വർഷത്തെ പരിചയവും എക്സ്പെർട്ടൈസും എങ്ങനെ യൂസർ ഫ്രണ്ട്ലി ഫോമിൽ ആളുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാമെന്നുള്ളത് മാത്രമാണ്. മാറുന്ന കസ്റ്റമർ പ്രിഫറൻസസ്, ആളുകളുടെ ടേസ്റ്റ് മാറും, ആളുകളുടെ രുചി മാറും, ആളുകളുടെ ആഭിമുഖ്യം മാറും. അപ്പൊ ഇങ്ങനെ നമ്മൾ പല പ്രോഡക്ട്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആര്യവൈദ്യശാല എന്ന് പറയുന്നത് ഒരു കച്ചവട സ്ഥാപനം എന്ന് പറയാൻ പറ്റൂല. ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അപ്പൊ കേരളത്തില് 100-പരം വർഷമായിട്ട് നിന്ന് കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന, കേരളത്തിലെ ആളുകളെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിന്റെ സർപ്ലസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെയാണ് ഞങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് കേരളത്തിലെ ആളുകളുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ചിലപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന് എല്ലാവിധ സപ്പോർട്ടും തന്ന് നിങ്ങൾ സഹകരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് യു ആർ വെൽക്കം. ഇത് കൂടുതലൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം. ഇദ്ദേഹം ഡോക്ടർ PM വാര്യർ, മാനേജിംഗ് ട്രസ്റ്റിയാണ്. എൻ്റെ പേര് ഹരികുമാർ, ഞാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. കോട്ടക്കൽ ആയുർവേദശാലയുടെ ഇത് ഫോക്കസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗുണകരമായ ആയുർവേദം കൂടുതൽ ആളുകൾക്ക് ബെനിഫിറ്റ് ആക്കി കൊടുക്കാമെന്നുള്ളതാണ്. അത് ആളുകൾക്ക് മാത്രമല്ല, ആയുർവേദത്തിന്റെ നിർവചനം അനുസരിച്ചിട്ട് ആനിമൽസിന് കൊടുക്കണം, ഈവൻ ചെടികൾക്ക് കൊടുക്കണം. അതാണ് മൃഗായുർവേദ എന്ന് പറയും, വൃക്ഷായുർവേദ എന്ന് പറയും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ ആനിമൽസിനായിട്ടുള്ള കുറെ പ്രോഡക്ട്സ്, അതായത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായിട്ട് അവരുമായിട്ട് ഒരു ടൈപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെ ഏകദേശം 7-പരം പ്രോഡക്റ്റ് വെറ്റിനറി പ്രോഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലോഞ്ചിങ് താമസിയാണ്ട് വരും. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തു, അതിന്റെ ലൈസൻസിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല സെഗ്മെന്റിനാണ്. ഒന്ന്, ക്ലാസിക്കൽ ആയുർവേദ പ്രോഡക്ട്സ് ആവശ്യമുള്ളവർക്ക് ഒരു ക്ലാസിക്കൽ സെഗ്മെന്റ് ഉണ്ട്. പ്രൊപ്പറേറ്ററി പ്രോഡക്ട്സ് ആവശ്യമുള്ള, അതായത് ഡോക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ പ്രൊപ്പറേറ്ററി പ്രോഡക്ട്സ് എഴുതും. പ്രൊപ്പറേറ്ററി പ്രോഡക്ട്സ് എഴുതുന്നവർക്ക് ഒരു പ്രൊപ്പറേറ്ററി സെഗ്മെന്റ് ഉണ്ട്. സാധാരണ ആളുകൾക്ക് OTC, അതായത് ഇങ്ങനത്തെ പ്രോഡക്ട്സ്, കൺസ്യൂമർ പ്രോഡക്ട്സ് ആവശ്യമായ ആളുകൾക്ക് അങ്ങനെ ഒരു OTC സെഗ്മെന്റ് ഉണ്ട്. അത് തന്നെ നമ്മുടെ വേറെ പല ഈ ആനിമൽസിനൊക്കെ ഉള്ള ഏറ്റവും വലിയ ചലഞ്ച് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു 40-50% വെജിറ്റേറിയൻസ് ആണ്. ഈ വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ കിട്ടുന്നത് സാധാരണ പാലിൽ കൂടെയാണ്. ഈ പാല് നമുക്ക് തരുന്ന ആനിമൽസ് പലതും ആന്റിബയോട്ടിക്സ് കൂടുതൽ കഴിച്ചാൽ ആ ആന്റിബയോട്ടിക്സ് അതിന്റെ മാംസത്തിൽ കൂടെയും അതിന്റെ പാലിൽ കൂടെയും ആളുകളിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാം കഴിക്കുന്ന ആളുകൾക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം കഴിക്കുന്ന ആന്റിബയോട്ടിക്സിനെതിരെ റെസിസ്റ്റൻസ് വരും. ആ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഒരു വലിയ ചലഞ്ച്. ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1.4 മില്യൺ ആളുകൾ, അതായത് 14 ലക്ഷം ആളുകൾക്ക് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല ആദ്യം ലൂക്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെറ്റ് സെഗ്മെന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത പല പ്രോഡക്റ്റുകൾ, ഏകദേശം 7 പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തത് ലാക്ടേറ്റിംഗ് ആനിമൽസിനാണ്. അതായത് നമുക്ക് പാല് തരുന്ന ആനിമൽസിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച NDDBയുടെ ചെയർമാൻ കോട്ടക്കൽ ഉണ്ടായിരുന്നു. അദ്ദേഹവും നമ്മൾ ചേർന്നിട്ട് ഒരു MOU ഒപ്പിട്ടു. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റുകളും ഒരു കേരളത്തിലെ കർഷകർക്ക് വേണ്ടി മാത്രമല്ല, പാല് എങ്ങനെങ്കിലും ചായയുടെ കൂടെ അല്ലെങ്കിൽ പാലായിട്ട് കുടിക്കണം നമുക്ക് വേണ്ടിയും.
അങ്ങനെ നമുക്കാർക്കും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വരാണ്ടിരിക്കാൻ ഒരു ചെറിയ കാൽവെപ്പ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈദ്യശാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആയുർവേദത്തിന്റെ ഗുണം പല മേഖലകളിലും എല്ലാവർക്കും എല്ലാ രീതിയിലും എത്തിക്കാനാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല ലക്ഷ്യം വെക്കുന്നത്. ഗവൺമെന്റ് 4 ഏരിയ എടുത്തിട്ടുള്ളത്. ഒന്ന് ഈ പാല് കൂടുതൽ കിട്ടാൻ, അതായത് ക്വാളിറ്റി ഓഫ് മിൽക്ക് കൂടാൻ. അവിടെ തന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവമാണ്. ഒരാളുടെ പശു പ്രസവിച്ചു, അത് പാല് സൊസൈറ്റി കൊണ്ടു കൊടുത്തപ്പോൾ അവരെ എടുത്തില്ല, അതിന് വേണ്ടത്ര ഫാറ്റൊന്നുമില്ല, അവിടെ റിജക്ട് ചെയ്തു. അങ്ങനെയുള്ളൊരു പശുവിന് നമ്മൾ മരുന്ന് കൊടുത്ത് 1-2 ആഴ്ച കൊടുത്ത് വീണ്ടും പാല് കൊടുത്തപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതേപോലെ ക്വാണ്ടിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതേപോലെ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ ഈ മാസ്റ്റൈറ്റിസ് മാതിരിയുള്ള അത് വരാണ്ടിരിക്കാനും വന്നാൽ അതിനെ മാനേജ് ചെയ്യാനുള്ളത്, പിന്നെ പശുവിൻ്റെ ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, പിന്നെ ഈ പ്രസവം കഴിഞ്ഞാൽ ഈ പ്ലസൻ്റ വരുന്നത് പലപ്പോഴും പ്രശ്നമുണ്ട്. ആ സമയത്ത് തന്നെ ഇതിനിടയ്ക്ക് കാൽഷ്യം ലോസ് പോകുന്ന നീച്ച് കപ്പിഞ്ഞാണ്ടൊക്കെ വരുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഈ 3-4 സെഗ്മെന്റാണ് ഇപ്പോൾ നമ്മൾ ഈ മൃഗ ആയുർവേദത്തിൽ വെറ്റിനറി ഇതിൽ നോക്കിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഇത് മറ്റേ വൃക്ഷായുർവേദം ഉണ്ട്. വൃക്ഷായുർവേദത്തിൽ ഒരു എങ്ങനെയാണ് വൃക്ഷങ്ങളെ പരിപാലിക്കേണ്ടത്, അതിൻ്റെ ഒരു ഫലവൃക്ഷങ്ങളൊക്കെ, ഇപ്പോൾ മാങ്ങയാണെങ്കിൽ മാങ്ങ എങ്ങനെ കൂടുതൽ മധുരമുള്ളതാക്കാം, അതേപോലെ പൂക്കളാണെങ്കിൽ പൂക്കളുടെ നിറം മാറ്റാനും നിറം കൂടുതലാക്കാനും ഒക്കെ ഉള്ള ഔഷധങ്ങൾ, അതിൻ്റെ പരിചരണങ്ങളും ഈ വൃക്ഷ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. പിന്നെ മൃഗായുർവേദത്തിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ആന, കുതിര അതൊക്കെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂരൊക്കെ ഒരുപാട് ആനകളുണ്ട്. അവിടെ പൊതുവെ മറ്റേ ഈ മോഡേൺ മെഡിസിനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൊല്ലത്തിലൊരിക്കലും അവർക്ക് ആനയ്ക്ക് ചികിത്സ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ചേരപ്രാശം കൊടുക്കില്ല, അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഷേണായിൻ്റെ ആയിരുന്നു, അദ്ദേഹം മരിച്ചു. അദ്ദേഹം പോലെ ആന ചികിത്സക്കാർ ഗജ ചികിത്സയാണ്. അദ്ദേഹം ആനയെ പരിശോധിച്ച് പറയും ഇത് അനീമിക്കാണ്, ഇങ്ങനെ മരുന്ന് കൊടുക്കണമെന്ന് പറയും. അതേപോലെ ഈ കർക്കിടക മാസത്തിൽ മനുഷ്യർക്ക് ചെയ്യുന്ന പോലെ തന്നെ ആനയ്ക്കും ഒരു പ്രത്യേക തരം ചികിത്സയുണ്ട്. ചില മരുന്ന് കൂട്ടി ആനയുടെ ഹൈറ്റ് കൂടാനും പിന്നെ ശരീരം ഉണ്ടാവാനൊക്കെ ഉള്ള പല ചികിത്സകളും ഇതിലുണ്ട്, പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത് 11 പ്രോഡക്ട്സ് ആണ് ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. വേറെ പല പ്രോഡക്ട്സുകളും ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഇതാണ്. അത് അടുത്ത സ്റ്റേജിൽ വരും. അല്ല, നമ്മളിപ്പോ നമുക്കിപ്പോ എല്ലായിടത്തും നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. ഇത് കേരള ബേസ്ഡ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മുടെ പ്രസൻസ് കേരളത്തിൽ തന്നെ. ഏതിന്റെ മൊത്തത്തില് ഇന്ത്യയിലെ ആയുർവേദ പ്രോഡക്ട്സിന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നത് ഏകദേശം $14 ബില്യൺ ടേംസിൽ. പണ്ടിത് 2 ബില്യൺ ആയിരുന്നു ഒരു 10 വർഷം മുമ്പ്. ഇപ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് നാച്ചുറൽ പ്രോഡക്ട്സിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ കോവിഡ് കുറെ കൂടെ കൂടിയിട്ടുണ്ട്. പൊതുവെ ഇപ്പൊ ആളുകൾക്ക് ഈ കെമിക്കൽ റെസിഡ്യൂ ഇങ്ങനെ പറഞ്ഞൊരു തിങ്കിങ് വന്നിട്ട് ഒരു നാച്ചുറൽ പ്രോഡക്ട്സിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഷിഫ്റ്റ് വരുമ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് 2 സെഗ്മെന്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്നൊരു ക്യൂർ സെഗ്മെന്റ് ഉണ്ട്, അതായത് ട്രീറ്റ്മെന്റ്. കോട്ടക്കൽ ആയുർവേദശാല ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന അസുഖം വന്നാൽ ചികിത്സിക്കുന്ന ക്യൂർ സെഗ്മെന്റ്. വേറൊന്ന് കെയർ സെഗ്മെന്റ്, അതായത് ഈ ബ്യൂട്ടി കെയർ, പേഴ്സണൽ കെയർ, ബാക്കിയുള്ള കെയർ, ഈ അസുഖം വരാണ്ടിരിക്കാനുള്ളത് കെയർ സെഗ്മെന്റ്. ആ കെയർ സെഗ്മെന്റിലാണ് കൂടുതൽ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ആയുർവേദശാല ഇപ്പൊ 2 സെഗ്മെന്റിലും ഏകദേശം ഒരേപോലെ ഫോക്കസ് ചെയ്ത് ഗ്രോ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്യൂർ സെഗ്മെന്റിൽ നമ്മളുണ്ട് ഓൾറെഡി. നമ്മൾ വളരെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലും ഏറ്റവും കൂടുതൽ പേഷ്യൻസിനെ ചികിത്സിക്കാനും ഏറ്റവും കൂടുതൽ രോഗികളെ ചികിത്സിക്കുന്നതുമായ സ്ഥാപനം കോട്ടക്കൽ ആയുർവേദശാലയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു 18 ലക്ഷം ആളുകളെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് ഒരു വർഷം. ആ കോട്ടക്കലും കോട്ടക്കലും 400 ബെഡിന്റെ ഹോസ്പിറ്റലുണ്ട്, കൊച്ചിയിൽ ഹോസ്പിറ്റലുണ്ട്, നമുക്ക് ഡൽഹിയിൽ ഹോസ്പിറ്റലുണ്ട്. നമുക്ക് മൊത്തം 2000 ഡീലേഴ്സ് ഉണ്ട്, 27 ബ്രാഞ്ചസ് ഉണ്ട്. ഈ ഡീലേഴ്സിന്റെ അടുത്തൊക്കെ ഡോക്ടേഴ്സ് പലയിടത്തും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ഏകദേശം 18 ലക്ഷം പേഷ്യൻസിനെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് ഒരു വർഷം. അതുകൊണ്ടാണ് പറഞ്ഞത് കോട്ടക്കൽ ആയുർവേദശാല ആയുർവേദത്തിൽ കൂടെ ചികിത്സിക്കുന്ന അതിന്റെ പകുതി പോലും വേറെ ആരും കൂടെ ചികിത്സിക്കുന്നില്ല.
ഞങ്ങളുടെ ആ എക്സ്പെർട്ടൈസ്, ആ നോളജ്, ആ മരുന്ന് ഡെവലപ്മെന്റിലും ആളുകളെ ചികിത്സിച്ചുള്ള പരിചയവും ആ എക്സ്പെർട്ടൈസ് എങ്ങനെ ഈ കെയർ സെഗ്മെന്റിൽ കൂടെ കൊണ്ടുവരാമെന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ കെയർ സെഗ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ പ്രോഡക്റ്റുകളുടെ എല്ലാം അന്തസത്ത എന്താണെന്നും എന്ത് ഇൻഗ്രീഡിയന്റ് ആണെന്നും അതുകൊണ്ട് എന്ത് ഗുണമാണെന്നും നമ്മൾ ഈ തന്ന ബ്രോഷറിൽ നമ്മൾ ഈ പ്രസ് റിലീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് ഇത് മാത്രമേ ഉള്ളൂ. ആയുർവേദത്തിന്റെ ഗുണം എങ്ങനെ ക്യൂറിൽ കൂടെ ആണെങ്കിലും കെയറിൽ കൂടെ ആണെങ്കിലും എങ്ങനെ മാക്സിമം ആളുകളിൽ എത്തുക എന്നുള്ളതാണ്. എക്സ്പോർട്ട് ഉണ്ട്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും എല്ലാ വർഷവും ഞങ്ങൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. കർക്കിടകത്തിന് കർക്കിടക ചികിത്സയ്ക്ക് എല്ലാ വർഷവും ആളുകളുണ്ട്. 95% ശരിക്കുള്ള രോഗികളാണ് വരുന്നത്. അപ്പൊ ആ രോഗികൾ കഴിഞ്ഞിട്ടുള്ള പ്രിഫറൻസ് അവർക്ക് കിട്ടും. അപ്പൊ അത് കാര്യം കൊണ്ട് കമ്പാരിറ്റീവ് എണ്ണം കുറവാണ്. പക്ഷേ അങ്ങനെ ആൾക്കാർ വരാറുണ്ട് സ്ഥിരമായിട്ട്. ഈ കർക്കിടക സമയത്ത് വന്ന് ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു പ്രിവെന്റീവ് ആണ്. ഇവർ കർക്കിടക മാസം വരാൻ വേണ്ടി ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. മലയാളികൾക്കൊരു കർക്കിടക മാസത്തിലെ ചികിത്സ എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് കേരളത്തിന് പുറത്തും വിദേശത്തിലുള്ള പല ആളുകളും കർക്കിടക മാസത്തിൽ തന്നെ ചികിത്സ ചോദിച്ചു വാങ്ങിച്ചു വരുന്നവരുണ്ട്. ഈവൻ അസുഖത്തിനാണെങ്കിൽ പോലും കർക്കിടക മാസത്തിൽ ചികിത്സ എടുക്കണം. അല്ലാത്തുള്ള റിജുവനേഷൻ മാത്രമല്ല, അല്ലാത്ത ട്രീറ്റ്മെന്റിനും ആളുകൾ വരാറുണ്ട്. ഞങ്ങൾക്ക് 30 രാജ്യത്തു നിന്നുള്ള ആളുകൾ എല്ലാ വർഷവും ഇപ്പൊ ആയുർവേദം എന്ന് പറയുന്നത് ഏകദേശം 30 രാജ്യങ്ങളിലെ സിസ്റ്റം ഓഫ് മെഡിസിനായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആയുർവേദത്തിന് കൂടുതൽ പോപ്പുലാരിറ്റി കൊടുത്തിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ആയുഷ് വിസ എന്ന് പറഞ്ഞ് വിസ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആയുർവേദം എങ്ങനെ പോപ്പുലറൈസ് ചെയ്യാം? ഈവൻ വെസ്റ്റേൺ വേൾഡിലാണെങ്കിലും ആളുകൾക്ക് ഒന്നാമത് വെസ്റ്റേൺ വേൾഡിലെ മെഡിക്കൽ ചലഞ്ച് എന്താ? ഒന്നാമത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വളരെ കൂടുതലാണ്. 2 സമയത്തൊന്നും ചികിത്സ കിട്ടില്ല. കാരണം ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒരു ചികിത്സ പനി എടുത്തു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് വരാൻ പറയും. അതാണ് അവിടുത്തെ ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആയുർവേദം ഈ ആയുഷ് വിസയിൽ കൂടെ ആളുകൾ വരാനാണ് ഗവൺമെന്റ് ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആയുഷ് വിസയിൽ കൂടെ വരുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് അവയർനെസ് ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ പല ഇൻവിറ്റേഷൻസ് ഉണ്ട്. അവിടെ തുടങ്ങും ഇവിടെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വളരെ വലിയ രീതിയിൽ ഒരു അവബോധം നമുക്ക് തന്നെ പല വിദേശികളുണ്ട്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് റെഗുലറായിട്ട് വരുന്ന വിദേശികളുണ്ട്. ഇതെല്ലാം ഉണ്ട്.